നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ചിദാനന്ദപുരി സ്വാമികളെ RSSകാരനെന്ന് വിളിച്ചെങ്കിൽ അത് RSSനുള്ള അംഗീകാരമാണെന്ന് വത്സൻ തില്ലങ്കേരി. ഹിന്ദു ധർമ്മ സംരക്ഷണത്തിനായി നിലകൊള്ളുന്ന സ്വാമി RSSന് അഭിമാനമാണ്. ഒരുപക്ഷെ ഇനി ചിദാനന്ദപുരി സ്വാമിക്കെതിരെയും കള്ളക്കേസുകൾ സർക്കാർ ചുമത്തിയേക്കുമെന്നും RSS പ്രാന്തീയ വിദ്യാർത്ഥി പ്രമുഖ് വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ചിദാനന്ദപുരി സന്യാസി അല്ലെന്നും അദ്ദേഹം RSSകാരനാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെയും പരാമർശത്തിന് മറുപടിയായാണ് തില്ലങ്കേരി ഇങ്ങനെ പറഞ്ഞത്. സ്വാമി ചിദാനന്ദപുരിയുടെ പൂർവാശ്രമത്തിലെ പേരും അദ്ദേഹത്തിന്റെ മരണപ്പെട്ട പിതാവിന്റെ പേരും അരമണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ കോടിയേരി പരാമർശിച്ചിരുന്നു. ആചാരാനുഷ്ഠാനങ്ങളെ തകർത്തിട്ട് അത് ചർച്ച ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ പിന്നിൽ എന്താണെന്ന് ചിന്തിക്കണം. ശബരിമലയിൽ എത്തിച്ച ആക്ടിവിസ്റ്റുകളായ രഹ്ന ഫാത്തിമയും ബിന്ദുവും കനകദുർഗയും ഒക്കെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് കൊണ്ടുവരുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു. ശബരിമലയിൽ പിണറായി സർക്കാർ നടത്തിയ കിരാത നടപടി ഹിന്ദു സമൂഹം മറക്കരുതെന്ന് സ്വാമി ചിദാനന്ദപുരി അടുത്തിടെ ഓർമ്മിപ്പിച്ചിരുന്നു. മാത്രമല്ല SP ഹരിശങ്കർ അടക്കമുള്ള പോലീസിലെയും സർക്കാരിലെയും ഉന്നതർ ശബരിമല സൂചിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതാണ് CPM നേതാക്കളെ പ്രകോപിപ്പിച്ചത്. ശബരിമല യുവതീ പ്രവേശനവുമായും വിശ്വാസ സംരക്ഷണവുമായും ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്നു നേതാവ് വത്സൻ തില്ലങ്കേരി. 18-ാം പടി കയറി പ്രസംഗിച്ചതിനെയും ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി കയറിയതിനെയും ഉയർത്തിക്കാണിച്ച് തില്ലങ്കേരി ആചാരലംഘനം നടത്തിയെന്ന് ആരോപണമുയർന്നിരുന്നു. ദേവന് പുറം തിരിഞ്ഞു നിന്നുവെന്നതായിരുന്നു അദ്ദേഹം ചെയ്തുവെന്ന് പറയപ്പെടുന്ന തെറ്റ്. എന്നാൽ ആചാരം ലംഘിച്ചിട്ടില്ലെന്നും പ്രതിഷേധമുണ്ടായതുകൊണ്ടാണ് പടിയിൽ കയറി പ്രസംഗിച്ചതെന്നും തില്ലങ്കേരി അന്ന് വ്യക്തമാക്കിയിരുന്നു. ഭക്തരുടെ തിരിച്ചറിയൽ കാർഡ് പോലീസ് അല്ലാതെ മറ്റുള്ളവർ പരിശോധിക്കുന്നത് തെറ്റായതിനാൽ പ്രശ്നം ഇല്ലാതാക്കാനാണ് 18-ാം പടിയിൽ നിന്ന് തില്ലങ്കേരി ആഹ്വാനം ചെയ്തത്. ചോറൂണിനെത്തിയ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീ യുവതിയാണെന്നാരോപിച്ച് സ്ത്രീയെ പ്രതിഷേധക്കാർ തടഞ്ഞതോടെ അവരെ അനുനയിപ്പിക്കുകയായിരുന്നു വത്സൻ തില്ലങ്കേരി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.